കല്ലൂർ പാറക്കാട് ഉന്നതിയിൽ ശനിയാഴ്ച രാവിലെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതോപകരണങ്ങളും വൈദ്യുത സാമഗ്രികളും നശിച്ചു. മതിലിന്റെ ഒരു ഭാഗം തകർന്നു. മുളങ്ങാട്ടുകര വീട്ടിൽ കുട്ടപ്പന്റെയും പുതിയടത്ത് വീട്ടിൽ സദന്റെയും വീടുകളിലാണ് ഇടിമിന്നൽ പതിച്ച് നാശനഷ്ടമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയുണ്ടായ ശക്തമായ മഴയ്ക്കിടയിലായിരുന്നു സംഭവം. വലിയ മുഴക്കത്തോടെയാണ് ഇടിമിന്നൽ വീടുകളിൽ പതിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഞാനും മകനും ഇവിടെ അകത്തിരിക്കുകയായിരുന്നു. മഴയുണ്ടായിരുന്നു, ഇടിവെട്ടും ഉണ്ടായിരുന്നു. ശക്തമായൊരു ഇടിവെട്ടിൽ ഈ ടൈലൊക്കെ പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടായി. പിന്നെ കറണ്ട് പോയി, ഒക്കെ കത്തിപ്പോയി. ടി വിക്കൊന്നും പറ്റിയെന്ന് അറിയാൻ പറ്റില്ല, ഇപ്പോൾ കറണ്ടിൽ നിന്ന് അറിയാൻ പറ്റില്ലല്ലോ. വയറിങ് കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞ ഇലക്ട്രീഷ്യൻ വന്ന് ഒറ്റ സാറ് വന്ന് പറഞ്ഞു KSB വന്നിട്ട്. ഒരു അപ്രതീക്ഷിതമായ ശബ്ദത്തോടുകൂടി ഒരു മുഴക്കാണ് മുമ്പ് കേട്ടത്. അത് പിന്നീടാണ് മനസ്സിലായത് ഇടിവെട്ടാണെന്ന്. തുടർന്ന് പീസുകൾ, മീറ്റർ തുടങ്ങിയ വയറിങ്ങുകൾ, സ്വിച്ചുകളൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്. മതിൽ ഒരു 3-4 അതിൽ കൂടുതലോ ഇത് ഇടിഞ്ഞു പോയി. ഇത് കല്ലൂര് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് 18 പാറക്കാട് ഉന്നതിയിലാണ് ശക്തമായ ഇടിമിന്നൽ മൂലം സദൻ പുതിയടത്തുനിന്ന് അവരുടെ വീട്ടിലും അതുപോലെ കുട്ടപ്പൻ മുളങ്ങാട്ടുകര എന്നിവരുടെ വീടുകളിലാണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതിയുടെ മുഴുവനായും അവരുടെ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് വീടുകളിൽ. ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേടുപാട് വലിയ ശക്തമാകുന്ന രീതിയിലുള്ള ഒരു മുഴക്കമെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടറിയാം, മതിലുകളൊക്കെ ഇടിഞ്ഞു വീണു. വീടിൻ്റെ അകത്തു പോലും വന്ന് പൊട്ടിയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സഹായങ്ങളും അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നിലവിലിപ്പോൾ KSB അധികൃതരെ വിളിച്ച് അവരുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വയറുകളൊക്കെ കത്തി നശിച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കുന്ന മുറയ്ക്ക് എത്രയും വേഗത്തിൽ കറണ്ട് പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ് അവർ ഉറപ്പ് തന്നിട്ടുള്ളത്. KSBയുമായി ബന്ധപ്പെട്ട ആൾക്കാരിലും വില്ലേജ് അധികാരിയെ വിളിച്ച് വിഷയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഞ്ചായത്ത് അധികാരിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യനാണെങ്കിൽ പോലും ചിന്ന ഭിന്നമായി പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. തൃക്കൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിലെ പാറക്കാട്ട് ഉന്നതിയിൽ ഇവിടെ സന്ദീപ് മെമ്പറുടെ വാർഡിലാണ് ഇപ്പോൾ ഇന്ന് അതിരാവിലെ ഇടിവെട്ട് കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അവരെ ഇലക്ട്രിക്കിൻ്റെ എല്ലാ ഉപകരണങ്ങളും കത്തി നശിച്ചു. അതുപോലെ തന്നെ ഇവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ നമ്മളത് തിങ്കളാഴ്ച, ഇന്നിപ്പോൾ മുടക്ക് ദിവസമാണ്, തിങ്കളാഴ്ച വില്ലേജിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇതിൻ്റെ നഷ്ടം കണക്കാക്കി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. പഞ്ചായത്ത് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. എന്തായാലും ഈ വീടിനെ പറ്റിയുള്ള കേടുകളും അതുപോലെ തന്നെ വീടിൻ്റെ ഉറപ്പ് പോലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം പലയിടത്തും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമായ ഒരു ഇടിവെട്ടായിരുന്നു ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഓക്കെ. ഇടിമിന്നലിൽ 2 വീടുകളിലെയും വൈദ്യുതി സർവീസ് വയറുകൾ, വീടിനുള്ളിലെ വയറിംഗ്, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തി നശിച്ചു. കൂടാതെ ടൈലുകൾ തകർന്നതോടൊപ്പം കുട്ടപ്പന്റെ വീടിന്റെ മതിലിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു. സംഭവത്തെ തുടർന്ന് KSB അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. അപകട വിവരം വില്ലേജ് ഓഫീസ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്.